കോട്ടയത്ത് നിന്നാണ് നഗരസഭയിലേക്ക് മത്സരിക്കാൻ ലതിക സുഭാഷ്. നഗരസഭയിലെ 48-ാം വാർഡിലാണ് LDF സ്ഥാനാർത്ഥിയായത്. നിലവിൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനാണ്. കോട്ടയത്ത് തിരുനക്കര വാർഡ് NCPക്കാണ്. അവിടെ ലതിക മത്സരിക്കണം, ചാക്കോ സാറിനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചു. പാർട്ടി എന്നോടൊരു വാർഡിലല്ല, അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ട ചുമതല എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി തന്ന ഈ ഉത്തരവാദിത്വം, മുന്നണി തന്ന ഈ ഉത്തരവാദിത്വം ഹൃദയപൂർവ്വം ഞാൻ ഏറ്റെടുക്കുന്നു. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായാണ്. ടോബി, അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കവുമായി LDF എത്തിയിരിക്കുകയാണ് കോട്ടയത്ത്. അനുജ, തീർച്ചയായിട്ടും നിർണായക നീക്കങ്ങൾ തന്നെയാണ് കോട്ടയം ജില്ലയിൽ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. രാവിലെ നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിട്ടിരുന്ന നേതാവായിട്ടിരുന്ന ജിം അലക്സ് കേരള കോൺഗ്രസ് എമ്മിലേക്ക് വരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വൈകുന്നേരമാകുമ്പോൾ പ്രധാനപ്പെട്ട നേതാവ് സ്ഥാനാർത്ഥിയായിട്ട്, അവരുടെ LDFന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അപ്പോൾ LDF എല്ലാ രീതിയിലും ഒരു ശക്തമായിട്ടുള്ള പോരാട്ടമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ ഇപ്പോൾ ലതിക സുഭാഷ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഏറ്റുമാനൂരിൽ സ്വതന്ത്രയായി മത്സരിച്ചിരുന്നു. അന്ന് തോറ്റുപോയെങ്കിലും ആ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അർഹമായിട്ടുള്ള പരിഗണന കോൺഗ്രസിൽ ലഭിച്ചില്ല. കഴിഞ്ഞ തവണ നിയമസഭയിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു അന്ന് മഹിളാ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിന്നും അവർ മുണ്ടനം ചെയ്തുകൊണ്ട്, തല മുട്ടയടിച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോന്ന് വലിയൊരു പ്രതിഷേധം നടത്തി. അതിനുശേഷം LDFനൊപ്പം NCPക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന ഘട്ടത്തിൽ നേതൃത്വം പറയുന്നു മത്സരിക്കണമെന്ന്. അതുകൊണ്ട് താൻ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്നാണ് ഇപ്പോൾ ലതിക സുഭാഷ് പറഞ്ഞിട്ടുള്ളത്. കോട്ടയം നഗരസഭയിലെ 48-ാം വാർഡ്, അതായത് തിരുനക്കരയാണ്, അതായത് കൃത്യം നഗര മധ്യത്തിൽ തന്നെയാണ് അവർ മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായിട്ടാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു നിർണായക നീക്കമായിട്ട് തന്നെ കാണണം. കാരണം കോട്ടയം നഗരസഭ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ്, ഒരു സീറ്റിൻ്റെയും കൂടിയല്ല, നറുക്കെടുപ്പിലൂടെയാണ് നഗരസഭ LDFന് നഷ്ടമായത്. തുല്യം സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. UDFന്റെ വിമതിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന ബിൻസി സെബാസ്റ്റ്യനെ ചെയർമാൻ സ്ഥാനം നൽകി UDFനൊപ്പം നിർത്തുകയായിരുന്നു. അതിനുശേഷം 2 തവണ നറുക്കെടുപ്പ് നടത്തിയെങ്കിലും ആ നറുക്കെടുപ്പിലും LDFന് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല. അതിനുശേഷം വലിയ അഴിമതിയുടെ കഥകളൊക്കെ വന്നിരുന്നു. അങ്ങനെ വിവാദമായി നിൽക്കുന്ന ഒരു കോട്ടയം നഗരസഭയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി ലതിക സുഭാഷിനെ കൊണ്ടുവരുമ്പോൾ നഗരസഭാ ഭരണം ഏത് വിധേനയും പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് LDFന് മുന്നിലുള്ളത്. അതുകൊണ്ടാണ് ലതിക സുഭാഷിനെ പോലെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ മത്സരിപ്പിക്കാൻ LDF ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. കോട്ടയം നഗരസഭയിലേക്ക് മത്സരം കടുക്കും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നഗരസഭയിലെ 48-ാം വാർഡിൽ, അതായത് തിരുനക്കരയിൽ LDF സ്ഥാനാർത്ഥിയാകുന്നത് ലതിക സുഭാഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.